ബഹുമാനമുള്ള മുഅ്മിനുകളെ, അപ്പം മയ്യത്തിൻ്റെ കുറേ കാലം രോഗിയായി കിടന്ന് അങ്ങനെയുള്ള മയ്യത്താണെങ്കിൽ ഭക്ഷണം കഴിക്കലൊക്കെ കുറേ മാസങ്ങളായി നിർത്തിയിട്ട് വെറും ജ്യൂസും വെള്ളമൊക്കെ അങ്ങനെ പൈപ്പിലൂടെയും മറ്റുള്ളയും കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയ മയ്യത്താണെങ്കിൽ പള്ളൻ്റെ ഉള്ളിൽ കാര്യമായിട്ട് കനങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല ആരോഗ്യത്തോടു കൂടെ നടക്കുന്ന മനുഷ്യൻ്റെ മരണമാണെങ്കിൽ, മഗ്‌രിബിൻ്റെ ശേഷം മരിച്ച മയ്യത്താണെങ്കിൽ ഉച്ചക്ക് കഴിച്ച ചോറൊക്കെ പള്ളൻ്റെ ഉള്ളിൽ ഉണ്ടാവും. ബഹുമാനപ്പെട്ട മുഹമ്മദ് ഷുർബീനി റളിയല്ലാഹു തആല അൻഹു ഒരു പറയുന്നുണ്ട്, പള്ളൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടാൻ ഒരുങ്ങി നിൽക്കുന്ന സാധനങ്ങൾ ഉണ്ടാവും. പള്ളൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടാൻ മുഹമ്മദ് ബിൻ ഖത്തീബ് ഷുർബീനി റളിയല്ലാഹു അൻഹു എഴുതി വെച്ചേക്കാണ്, വയറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടാൻ ഒരുങ്ങി നിൽക്കുന്ന സാധനം അഥവാ മുട്ടിക്കുത്തിരിക്കാണ്. ദഹന പ്രക്രിയകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, എല്ലാം കഴിഞ്ഞ് ഒരുങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്താണ് ഇയാൾ മരണപ്പെടുന്നതെങ്കിൽ നമ്മൾ ഇന്നലെ മയ്യത്തിനെ കുത്തിരിപ്പിച്ചിട്ടേ ഉള്ളൂ, കുളിപ്പിക്കാൻ തുടങ്ങണേ ഉള്ളൂ. ഫസ്റ്റത്തെ കർമ്മം, ഒന്നാം ഘട്ടം തന്നെ ഫയജ്ലിസുഹു, മയ്യത്തിനെ ഇരുത്തണം എന്നാണ്. അവലൻ, ആദ്യം. എന്നിട്ട് വയുമിറു യുസ്റാഹു, കുളിപ്പിക്കുന്ന ആളുണ്ടല്ലോ അയാളുടെ ഇടത്തെ കൈയിനെ നടത്തണം. അലാ ബത്നിഹി, മൂപ്പരെ പള്ളൻ്റെ മേലെ കൂടെ ഇങ്ങനെ നടത്തണം. അങ്ങനെ അമർത്തി കൊണ്ടുവരണം. അവിടെയാ പറഞ്ഞത്, ആ പുറപ്പെടാൻ ഒരുങ്ങിക്കുന്ന സാധനങ്ങളൊക്കെ മലവും മൂത്രവും ഒക്കെ അങ്ങോട്ട് പോന്നോട്ടെ എന്ന്. മിനൽ ഫളലാത്ത് പറഞ്ഞാൽ മാലിന്യങ്ങൾ. പൊട്ടാനീ മുന്തുള്ളി പിഞ്ചോര കട്ടാനില്ല നമ്മളെ സഫലമാലയിൽ, പൊട്ടാനീ മുന്തുള്ളി പിഞ്ചോര കട്ട, പിന്നെ നീ കാഷ്ടം ചുമന്നോരു കൊട്ട. കാട്ടം ചുമന്ന കൊട്ടയാണ് എന്നാ പറഞ്ഞത്, കാഷ്ടം ചുമന്ന കൊട്ട നമ്മൾ. അപ്പോ വയറ്റിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന മാലിന്യങ്ങൾ ദുർഗന്ധം വമിക്കുന്ന, മയ്യത്തായി കഴിഞ്ഞാൽ ഒന്നും കൂടി പൊട്ട സ്മെല്ല് കൂടുന്ന. അള്ളാഹു കാക്കട്ടെ. അപ്പൊ കുളിപ്പിക്കുന്ന ആളുകൾക്ക് എന്തൊക്കെ ഉണ്ടാകും? ഒരു വല്ലാത്ത മാനസികമായൊരു മടിയും അകൽച്ചൊക്കെ ഉണ്ടാകും. എത്രത്തോളം ജീവിച്ചിരിക്കുന്ന ഉമ്മ, വയസ്സായ ഉമ്മാന്റെ മൂത്രവും ഉമ്മാന്റെ കാഷ്ടമൊക്കെ കിടപ്പായിൽ പോകുന്ന ഘട്ടത്തിൽ ഇപ്പൊ നല്ല ഫോമിൽ നടക്കുന്ന മക്കള് മൂക്ക് പൊത്തിയിട്ടാണ് ഉമ്മാന്റെ അടുത്തേക്ക് വരിക. ആ രംഗ കാണാൻ കഴിയുന്നത്. അവിടെയാണ് വൃദ്ധസദനങ്ങൾ സജീവമായത്. വൃദ്ധസദനങ്ങൾ ഉണ്ടായതിനാ മക്കൾ നോക്കാനില്ല, തട്ടുകയാണ് ഉമ്മാനെ. ഇന്ന് മൂത്തമാൻ്റെ അവിടെ ഇന്ന് കുടി പെരി നിശ്ചയം നടക്കുകയാണ്. ഉമ്മ ഇവിടെ കടന്നാൽ ശരിയാകൂല, വാസന അവിടെ ഇവിടേക്ക് വരികയല്ലേ. അതുകൊണ്ട് ഇന്ന് 5ന്റെ വരേക്ക് തട്ടുക. അപ്പൊ അവിടെ അക്കാരം വന്നപ്പോഴോ വേറെ വരേക്ക് തട്ടുക. തട്ടിക്കളിച്ചത് ആരെയാണ്? സ്വർഗത്തിനെയാണ്. അല്ലാഹു തആല കാക്കട്ടെ. അപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം, മയ്യത്തിന്റെ വയറ്റിലുള്ള ഉള്ളിലുള്ള സാധനങ്ങൾ തടകി പുറത്തു പോരുമ്പോൾ ഉണ്ടാകുന്ന ആ വാസന, ആ ദുർഗന്ധം, അതിനെ തള്ളി നീക്കാൻ ഏറ്റവും നല്ലത് സ്വന്തം മക്കളാണ്, അല്ലെങ്കിൽ മരുക്കളാണ്. ഏറ്റവും നല്ലത് അതാണ്. കുളിപ്പിക്കാൻ ഏറ്റവും ബെസ്റ്റ് നമ്മളെ സ്വന്തം വീട്ടിലുള്ള, നമ്മളൊക്കെ ഇത് സ്വന്തം ചെയ്ത് നമ്മളെ ഭാര്യമാരും നമ്മളെ മക്കളൊക്കെ പഠിക്കണം, പെൺകുട്ടികളൊക്കെ പഠിക്കണം. സുമ്മയല്ലാവൂ, അങ്ങനെ എന്ത് ചെയ്തു? മാലിന്യങ്ങളൊക്കെ പുറപ്പെട്ടു. അപ്പൊ നേരെ സ്ട്രൈറ്റിനിരുത്താൻ പാടില്ല, നമ്മൾ ഇന്നലെ പഠിച്ചു. കുറച്ച് ചെരിച്ചിട്ടിരുത്തം. അതെന്തിനാ? ബാക്കോട്ട് ചെരിച്ചിട്ട് മാഇലനില വറാഇഹി ഖലീലൻ, അല്പം വയ്യോട്ട് ബാക്കോട്ട് ചെരിച്ചിട്ടാണ് ഇരുത്തേണ്ടത്. അതെന്തിനാ? മലദ്വാരം അവിടെ അടഞ്ഞു കിടക്കരുത്, ലൂസായി ഇങ്ങനെ പോരാൻ വേണ്ടിയിട്ടാണ്. നേരെ ഇരുത്തി കഴിഞ്ഞാൽ അവിടെ അടഞ്ഞു കിടക്കും. അപ്പൊ പോരാളൊക്കെ പോന്നോട്ടെ. ലിയസ്ഹുല ഖുറൂജ മാ ഫി ബത്നിഹി, പള്ളന്റെ ഉള്ളിലുള്ള അവശിഷ്ടങ്ങളൊക്കെ, മാലിന്യങ്ങളൊക്കെ പോന്നോട്ടെ. എന്നിട്ട് വയളഉ യമീനഹു അലാ കത്ഫിഹി, ആ മയ്യത്തിന്റെ
ചുമലിൻ്റെ അവിടെ വലത്തെ കൈ വെക്കണം. വ ഇബ്ഹാമഹു, ആ കുളിപ്പിക്കുന്ന ആളുടെ തള്ളവിരല് മൂപ്പരെ മയ്യത്തിന്റെ പെരടിന്റെ അവിടെ അമർത്തി പിടിക്കണം. എന്തിന്? ലി അല്ലാ യമീല റഅ്സഹു, തല അങ്ങോട്ടും ഇങ്ങോട്ടും മറിയാതിരിക്കാൻ വേണ്ടിയിട്ട്. ജീവല്ലല്ലോ, അപ്പോൾ തല അങ്ങോട്ടും ഇങ്ങോട്ടും മറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പിടിക്കേണ്ടത്. എന്നിട്ട് കുളിപ്പിക്കുന്ന ആളുടെ മുട്ടുംകാല് ഇലാ റുക്ബത്തിഹിൽ യുംന, വലത്തെ കാലിന്റെ മുട്ടുംകാൽ എവിടേക്ക് കയറ്റിയേക്കണം? കുളിപ്പിക്കുന്ന കട്ടിലമക്ക് കയറ്റിയേക്കണം. അപ്പം നമ്മളെ മയ്യത്തും കട്ടില, കുളിപ്പിക്കുന്ന കട്ടില കുറച്ച് ഹൈറ്റ് ഉള്ളതുകൊണ്ട് മുട്ടുംകാല് കയറ്റിയേക്കാൻ പറ്റൂല. അതൊക്കെ പറഞ്ഞ് ചെറിയ ഒരു പാകപ്പെട്ട കട്ടിലയാണെങ്കിൽ മുട്ടുംകാല് കയറ്റി വെച്ചിട്ട് ആ മുട്ടുംകാലുമലേക്ക് എന്ത് ചെയ്യണം? മയ്യത്തിനെ ചാരിയിരുത്തണം. അപ്പോൾ ഉയർന്ന മയ്യത്തും കട്ടിലയാണ്. ഇപ്പൊ കുളിപ്പിക്കുന്ന ബെഞ്ച് ഉയർന്നതാണെങ്കിൽ ഈ സിസ്റ്റം പറ്റൂല, ഈ കിതാബിൽ പറഞ്ഞ സിസ്റ്റം പറ്റൂല. മുട്ടുംകാൽമക്ക് മയ്യത്തിനെ ചാരിയിരുത്താൻ പറ്റൂല. അപ്പൊ എന്ത് ചെയ്യണം? നല്ല ആരോഗ്യമുള്ള നല്ല കൈ തന്നെ വേണം. ചാരി കുറച്ച് വെയ്യോട്ടാക്കി ഇരുത്തണം. ഇരുത്തിയിട്ട് ആ മയ്യത്തിന്റെ മലദ്വാരവും മുൻദ്വാരവും ഒക്കെ എന്ത് ചെയ്യണം? സൗഅത്തൈഹി, നല്ലോണം അങ്ങ് വൃത്തിയാക്കി കഴുകുക. അപ്പൊ ശീലകഷ്ണം കുറച്ച് ഒരുക്കി വെക്കണം. ഞാൻ നാളിങ്ങോട്ട് പറഞ്ഞല്ലോ, എൻ്റെ ഉമ്മ എപ്പോൾ നോക്കിയാലും മേശന്റെ ഉള്ളിൽ കുറച്ച് ശീലകഷ്ണങ്ങൾ എടുത്തു വെക്കും. അത് പറയും ചെയ്യും, ഇതാരെയും മരിച്ചാൽ എടുക്കാനുള്ളതാണ്. ആ പഴയ കോട്ടന്റെ തുണി, ഡബിൾ തുണി കീറിയിട്ട് ഇത്തിരി പോകുന്ന കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ വെക്കുക. അതിനൊക്കെ ആവശ്യം വരും. അപ്പൊ മലദ്വാരം ഇപ്പൊ ഗ്ലൗസാണ് കേട്ടാ, ഗ്ലൗസ് മതി. നല്ലോണം വൃത്തിയാക്കി മുൻദ്വാരവും പിന്തുവാരം കഴുകി, അഷണ്ടകളൊക്കെ പോകുന്നതാണല്ലോ, നല്ലോണം കഴുകി കൊടുക്കണം. കാരണം പുതിയാപ്പിളറിഞ്ഞാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു ഹദീസ് ഉണ്ട്, അൽ മൗതു തുഹ്ഫത്തുൽ മുഅ്മിൻ, മരണം ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു സമ്മാനമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി. എന്താ സമ്മാനം എന്ന് പറഞ്ഞാൽ, ഇയാൾ മരിച്ചു പോവല്ലേ, ജീവിക്കാൻ വേണ്ടി പോവാണ്. യഥാർത്ഥ ജീവിതം ഇതല്ല. യഥാർത്ഥ ജീവിതം ജീവിക്കാൻ പോവുക ഇയാള്. അപ്പൊ കുളിച്ച് ഫ്രഷായി സുഗന്ധം പൂശി നല്ല അടിപൊളിയായിട്ടാണ് ഇയാളെ പറഞ്ഞേക്കേണ്ടത്. അപ്പൊ വൃത്തിയാക്കണടുത്ത് ഒരു കുറവും പാടില്ല. മലവും മൂത്രം വൃത്തിയാക്കി ഉഷാറാക്കി കൊടുക്കണം. അങ്ങനെ ഉഷാറാക്കി കൊടുത്തിട്ട് ഇയാൾ എന്ത് ചെയ്യണം? നല്ലോണം അങ്ങ് മലർത്തി, നേരത്തെ കടത്തിയ മാതിരി, ആദ്യം കടത്തിയ മാതിരി, സുമ്മയലൗ അല ഖഫാഹു, ശരിക്കും മലർത്തി കടത്തിയിട്ട് നമ്മളെ ഇടത്തെ കൈയിന്റെ ചൂണ്ടാമ്പരല്, സബ്ബാബത്ത് എന്നാ പറയാം, ഇടത്തെ കൈയിന്റെ ചൂണ്ടാമ്പരലെടുത്തിട്ട് പല്ലൊന്ന് എന്ത് ചെയ്യണം? വരച്ചു കൊടുക്കണം, മിസ്വാക്ക് ചെയ്ത് കൊടുക്കണം. പല്ലില്ലെങ്കിലും ചെയ്യണം. അപ്പം നനച്ചിട്ട് ഇടത്തെ കൈയിന്റെ ചൂണ്ടാമ്പരലുമേ ശീലക്കഷ്ണം ചുറ്റിയിട്ട് മിസ്വാക്ക് ചെയ്ത് കൊടുത്തു. അവിടെ പറയുന്നുണ്ട്, പല്ലിങ്ങനെ കടിച്ച് പിടിച്ചിക്ക മയ്യത്താണെങ്കിലോ, ആയിക്കോട്ടെ, അതിൻ്റെ ഉള്ളിക്ക് വെള്ളം വല്ലാണ്ട് ചേരണ്ട, പൊളിച്ചാൽ നിൽക്കണ്ട. പല്ലിങ്ങനെ തേച്ചു കൊടുത്തു. പല്ല് തേച്ചു കൊടുത്തിട്ട് ചെറിയ വിരലെടുക്കുക, ഇടത്തെ കൈയിൻ്റെ ചെറിയരലുമക്ക് വേറെ ശീലക്കഷ്ണം ചുറ്റുക. എന്നിട്ട് മൻഖിറൈഹി, രണ്ട് മൂക്കിന്റെ ദ്വാരങ്ങൾ വൃത്തിയായി കൊടുക്കണം. മൂക്കിന്റെ ഉള്ളിലൊക്കെ കൈയിടേണ്ടി വരും. മൂക്കിന്റെ ഉള്ളിലൊക്കെ എപ്പോഴും വൃത്തിയാക്കി എടുക്കണം. കണ്ണാടിക്ക് നോക്കണം, ഇടയ്ക്ക് കണ്ണാടി നോക്കിയിട്ട് മൂക്കിന്റെ ഉള്ളിലുണ്ടാവും മുടി വളരുന്നു. അതൊക്കെ ആവശ്യത്തിന് പറിച്ച് അല്ലെങ്കിൽ വെട്ടിക്കൊടുക്കുകയൊക്കെ ചെയ്യണം. പറിച്ചാണ് നല്ലത്. പറിച്ചിട്ട് മൂക്കിന്റെ ഉള്ളിലൊക്കെ ആഴ്ചക്ക് ശുദ്ധീകരിക്കണം, വൃത്തിയാക്കണം. എപ്പോഴും ആഴ്ചക്കല്ല, എന്നും. ഒന്നുണ്ടാക്കുമ്പോഴൊക്കെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റാൻ വേണ്ടി സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പം നല്ല വൃത്തിയുള്ള മൂക്കൈക്കോട്ടെ, അതിൻ്റെ ഉള്ളിലേക്ക് വേറെ ആൾ കൈയിടാനുള്ളതാ, അതൊക്കെ വൃത്തിയാക്കി കൊടുക്കണം. എന്നിട്ട് വബിഊദിൻ ലയ്യിൻ, കുറച്ച് ഈർക്കിളി കഷ്ണം വേണം. നമ്മൾ ഹോട്ടലിലൊക്കെ ചോറുന്ന് കഴിഞ്ഞാൽ ഉണ്ടാകും ഒരു കുപ്പിയിൽ കുറച്ച് ഈർക്കിളി, നല്ല രസമുള്ള. അതേമാതിരി കുറച്ച് ഈർക്കിളി കഷ്ണം ഉണ്ടാക്കി വെക്കണം. എന്തിന്? മാ തഹ്ത അളുഫാരിഹി, നഖത്തിന്റെ ഉള്ളിലുള്ള ചളികളൊക്കെ ഒന്ന് തോണ്ടിയെടുക്കാൻ. അപ്പൊ ഈ നഖം വെട്ടാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ഇന്നലെ ഞങ്ങൾ മഗ്‌രിബിന്റെ ശേഷം ഇവിടെ
ഈ മദ്രസ കുട്ടികൾ 10-15 വരുന്നുണ്ട്. അതിറ്റക്ക് നഖം വെട്ടാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ ആ കുട്ടികൾ പറയാണ്, ഉസ്താദേ എൻ്റെ കയ്യുമ്മ ചെറിയല്ലുമ്പോൾ വലിയ നഖമുണ്ട്, മറ്റാളെ കയ്യുമ്പോൾ വലിയ നഖമുണ്ട്. ഈ നഖങ്ങളൊക്കെ ആഴ്ചക്കാഴ്ചക്കിന് വെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അത് വെട്ടിക്കൊടുത്തിട്ടില്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ ആ മയ്യത്തിൻ്റെ നഖത്തിൻ്റെ ഉള്ളിലൊക്കെ ചളിങ്ങനെ കാട്ട പിടിച്ച് കിടക്കുന്നുണ്ടാവും. അൽഹംദുലില്ലാ, കുഞ്ഞാപ്പാക്കാൻ ഇന്നലെ പോയി മിഞ്ഞാന്ന് പോയി കണ്ടപ്പം നഖമൊക്കെ നല്ല വൃത്തിയായി കിടക്കുകയാണ്. മക്കൾ നല്ല നോക്കാനുണ്ട്. അല്ലാഹു തആല ആഫിയത്ത് കൊടുക്കട്ടെ, ഖൈറായ ശിഫ നൽകട്ടെ. അപ്പോൾ നഖത്തിൻ്റെ ഉള്ളിലെ ചളികളൊക്കെ കളയാൻ വേണ്ടി കൊള്ളി കഷ്ണം, ചെറിയ ഈർക്കളി കഷ്ണം തയ്യാറാക്കി വെക്കണം. ഇനി നാളെ നമുക്ക് വുളു എടുത്ത് കൊടുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലതുപോലെ മനസ്സിലാക്കാനുള്ള തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അപ്പോൾ നല്ല രസത്തിൽ വൃത്തിയിൽ ശരീരത്തിൻ്റെ അവയവങ്ങളൊക്കെ നല്ല വൃത്തിയായി കിടക്കണം. എപ്പോഴാണ് നമ്മളെ മരിച്ചെന്നറിയില്ലല്ലോ, നമ്മളെ ദേഹത്തിൽ ആരൊക്കെ കൈവെക്കാൻ വരുന്നതെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ടാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരുവാനെ വിളിച്ച് പറഞ്ഞത്, അലിയാർ തങ്ങളെ, ഞാൻ മരിച്ചാൽ എൻ്റെ മയ്യത്തിന് നിങ്ങളാണ് കുളിപ്പിക്കേണ്ടത് എന്ന് വസിയത്ത് ചെയ്തു പോയ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. أرحم الرحمن الملك الجبار രാജ സയ്യിദായ അല്ലാഹ്, ഞങ്ങളെ പ്രഭാത സമയത്തുള്ള പ്രാർത്ഥന നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിലുള്ള എല്ലാവരുടെ രോഗങ്ങൾക്കും നീ ശിഫ നൽകണേ അല്ലാഹ്. മരണമാസന്നമായി കിടക്കുന്ന രോഗികൾക്ക് ഖൈറായ മരണം നൽകണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ആഫിയത്തുള്ള ജീവിതം നൽകണേ അല്ലാഹ്. അല്ലാഹുവെ, മരിച്ചു പോയവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അതിൽ ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, കൂട്ടുകുടുംബാദികളൊക്കെ ഉണ്ട്. നമ്മളെ ഖബർസ്ഥാനിൽ മറപ്പെട്ട് കിടക്കുന്നവരുണ്ട്. അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. യാ റബ്ബി യാ അല്ലാഹ്, ഞങ്ങൾ രാവിലുള്ള പ്രഭാതത്തിലുള്ള സുബഹിസ്കരിക്കാനുള്ള കാലടയാളങ്ങളൊക്കെ സ്വർഗത്തിലേക്കുള്ള കാലടയങ്ങളാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ചെറുതും വലുതുമായ ആവശ്യങ്ങൾ നീ ഹാസിലാക്കി തരണേ അല്ലാഹ്. കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. മാറാ രോഗങ്ങൾ നൽകല്ല അല്ലാഹ്. പരീക്ഷിക്കപ്പെടുന്ന രോഗങ്ങൾ നൽകല്ല അല്ലാഹ്. ഞങ്ങളുടെ പള്ളിയുടെ നിർമ്മാണങ്ങൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. സഹായിച്ചവരെ നീയും സഹായിക്കണേ അല്ലാഹ്. അതിനുവേണ്ടി ഉത്സാഹിക്കുന്നവരെ നീ സന്തോഷിപ്പിക്കണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. പെടുന്നനെയുള്ള മരണം നൽകല്ല അല്ലാഹ്. അപകട മരണങ്ങൾ നൽകല്ല അല്ലാഹ്. അപകട രോഗങ്ങൾ നൽകല്ല അല്ലാഹ്. പടച്ചോനെ, അന്ത്യസമയം എപ്പോഴാണോ ഞങ്ങൾക്ക് നീ മുന്നറിയിപ്പ് നൽകണേ അല്ലാഹ്. ഒരുങ്ങാനുള്ളതായ തൗഫീഖ് നൽകണേ അല്ലാഹ്. യാ റബ്ബി യാ അല്ലാഹ്, ഞങ്ങളുടെ കൂട്ടുകുടുംബത്തിൽ ആരൊക്കെയാണോ രോഗികളായി വളരെ വിഷമിച്ച് കിടക്കുന്നത് എങ്കിൽ അവരൊക്കെ നീ നല്ല രീതിയിലുള്ളതായ ഒരു അവസ്ഥ നീ അവർക്ക് നീ നൽകണേ റഹ്മാനെ. വെള്ളം ഇറങ്ങാതെ, ഭക്ഷണം കഴിക്കാൻ കഴിയാതെ, സംസാരിക്കാൻ കഴിയാതെ, ശരീരത്തിൻ്റെ ജീവൻ പകുതിയോളം പോയി കഴിഞ്ഞിട്ട് ഒരുപാട് കടന്നാൽ ശരീരം പൊട്ടിപ്പോകുന്നൊരവസ്ഥയിലേക്ക് അവരാരെയും നീ എത്തിക്കല്ല അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിഫളലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين.